ദേവരാഗം രചനാ സംഭാഷണ മൈഥിലി മിത്ര ഭാഗം 95. വൈശാഖി അവൻ്റെ നെഞ്ചിലേക്ക് അലച്ചു തള്ളി വീണതും ദേവൻ അവളെ വാരിയെടുത്ത് പെട്ടെന്ന് തന്നെ തൻ്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി. അവൻ്റെ ആ പ്രവൃത്തി ഒട്ടൊന്നുമല്ല വൈശാഖിയെ അമ്പരപ്പിച്ചത്. അവൾ അവനെ നോക്കി ഒരു നിമിഷം കണ്ണുകൾ മിഴിച്ചിരുന്നു പോയി എന്നതാണ് സത്യം. എന്താടി കണ്ണുരുട്ടി നോക്കുന്നേ? ഒരു ശ്വാസ അകലത്തിൽ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നവളെ മഹാദേവൻ ഇരു കൈകൾ കൊണ്ട് അമർത്തി കെട്ടിപ്പിടിച്ചു. വിട്ടേ. അവനിൽ ഇതുവരെയും കാണാത്ത ഈ പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനാവാതെ വൈശാഖി മഹാദേവനിൽ നിന്നും മുഖം വെട്ടിച്ചു. സത്യം പറഞ്ഞ അവൻ്റെ ആ പ്രവർത്തികൾ അവളെ വല്ലാതെ വിവശയാക്കിയിരുന്നു. അവൻ്റെ ആ കെട്ടിപ്പിടുത്തവും മടിയിലിരുത്തലും ഒക്കെ പെണ്ണിൻ്റെ ദേഹത്തെ ഒട്ടൊന്നുമല്ല വിറപ്പിച്ചത്. വിടുന്നില്ലെങ്കിലോ? അപ്പോഴും വൈശുവിനോട് കുറുമ്പ് കാട്ടി വഴക്ക് പിടിക്കാനായിരുന്നു അവനിഷ്ടം. വിട്, സാർ എന്നെ പിടിക്കണ്ട. പോയ വാശി ഇത്തിരി ധൈര്യം കാട്ടി വീണ്ടും അവൾ തിരിച്ചു പിടിച്ചു. പിടിക്കും. വൈശുവിൻ്റെ വിറയൽ തൊട്ടറിഞ്ഞവന് അവളുടെ ചുവന്നു കയറിയ മുഖത്തെ പിണക്കം കണ്ടിരിക്കുവാൻ വല്ലാത്ത കൊതിയായിരുന്നു. പിടിക്കണ്ടെന്നല്ലേ പറഞ്ഞേ? എന്നെ ഇഷ്ടമില്ലാത്തവരൊന്നും എന്നെ തൊടണ്ട. അവൾ കുതറി മഹാദേവൻ്റെ മടിയിൽ നിന്നും ഇറങ്ങാൻ നോക്കി. നീ അടങ്ങിയിരി, എന്തായാലും നിന്നെ ഞാൻ വിടില്ല. ഒന്നും കൂടെ അവളെ ചേർത്ത് പിടിക്കുകയാണ് മഹാദേവൻ ചെയ്തത്. അപ്പോഴും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് അവൻ്റെ നാവിൽ നിന്നും വീണില്ല എന്നത് മറ്റൊരു സത്യം. കഷ്ടമുണ്ട് കേട്ടോ, വിട്ടേ. അവൻ്റെ ബലത്തിനു മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നായതും പെണ്ണൊരനുനയത്തിന് ശ്രമിച്ചു. ആയിക്കോട്ടെ, ഇത്ര കഷ്ടമുണ്ടെങ്കിലും നിന്നെ ഞാൻ വിടത്തില്ല, മഹാദേവൻ ആണയിട്ട് പറഞ്ഞു. എന്താ എന്നെ വിടാത്തെ? വാശിയോടെയാണ് ചോദിച്ചതെങ്കിലും അവൻ എന്തുകൊണ്ട് തന്നെ പിടിച്ചു വയ്ക്കുന്നതെന്ന് അവൾക്കറിയണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഭാര്യയായോണ്ട്. വളരെ ഗൗരവത്തോടെ തന്നെ അവൻ ഉത്തരം നൽകി. ഇഷ്ടമില്ലാത്തവരെ എന്തിനാ ഭാര്യയാക്കിയേ? ചുണ്ടുകൾ കൂർപ്പിടിച്ചു പിടിച്ചുകൊണ്ട് പെണ്ണവനെ ഒരു നോട്ടം നോക്കി. അതിൽ ദേഷ്യത്തെക്കാൾ ഉപരി പരിഭവമായിരുന്നു. എനിക്കിഷ്ടമുണ്ടായിട്ട്? അതിനും തർക്കുത്തരമാണ് അവൻ പറഞ്ഞത്. എനിക്ക് പോണം, വിട്. ഒരിക്കലും മനസ്സ് തുറക്കാത്ത ഈ പിശുക്കൻ്റെ വായിന്നും നിന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് കേൾക്കാൻ തനിക്ക് വിധിയില്ലെന്ന് അവൾ അപ്പോൾ തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു. നീ പോണ്ട. അവനൊന്നും കൂടി അവളെ തന്നിലേക്ക് അമർത്തിപ്പിടിച്ചു. അവളുടെ ശരീരം അവൻ്റെ ദേഹത്തേക്ക് മുറുക്കി അമർന്നുപോയി. വൈശുവിൻ്റെ ഉടല് വിറച്ചു, ശ്വാസം വിലങ്ങി. സർ. അവൻ്റെ നഗ്നമായ കഴുത്തിൽ അറിയാതെ തൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു പോയവളിൽ നിന്നും ഒരേങ്ങൽ പോലെ ആ വിളി പുറത്തേക്ക് തെറിച്ചു. സ്വയം അറിയാതെയാണെങ്കിലും വൈശാഖി നൽകിയ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ മഹാദേവൻ്റെ ശരീരവും ചൂട് പിടിച്ചു തുടങ്ങിയിരുന്നു. മഹാദേവൻ അവളെ വാരിപ്പുണർന്നുകൊണ്ട് മുഖമാകെ ഉമ്മകൾ കൊണ്ട് മൂടണമെന്നുണ്ടായിരുന്ന ആ നേരം അവളുടെ ആ ചുവന്ന തൊണ്ടിപ്പഴം പോലെയുള്ള ചുവണ്ടുകളെ വായിലാക്കി നുണയണമെന്നുണ്ടായിരുന്നു. പെണ്ണിൻ്റെ വെളുത്ത ശംഖ് പോലെയുള്ള കഴുത്തിൽ തൻ്റെ ആദരങ്ങൾ കൊണ്ട് ചുവപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഒടുവിൽ അവളെ. പൊടുന്നനെ ആവശ്യമില്ലാത്ത ചിന്തകൾ അവനിൽ ഉണ്ടാവുവാനായി തുടങ്ങിയതും അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ച് സ്വയം നിയന്ത്രിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ പോലും മഹാദേവന് പേടി തോന്നി. കാരണം കുട്ടിയാണവൾ, പേടിക്കും. ആ ഓർമ്മയിൽ മഹാദേവൻ്റെ കൈയൊന്നയഞ്ഞു. മനസ്സ് ശാന്തായി. അവൻ മുഖം താഴ്ത്തി പെണ്ണിനെ ഒന്ന് നോക്കി. തൻ്റെ നെഞ്ചോരം മുഖം പൂഴ്ത്തിയാണ് ഇപ്പോഴത്തെ അവളുടെ ഇരപ്പ്. പിടയ്ക്കാതെ, കുതറാതെ, വാശി കാട്ടാതെ, ദേഷ്യപ്പെടാതെ ഇരിക്കുന്ന പെണ്ണ്. എൻ്റെ പെണ്ണ്. അവൻ പ്രണയത്തോടെ പിറുപിറുത്തു. നാണത്താൽ കൂമ്പിയിരിക്കുന്നവളുടെ മാറ്റം അറിഞ്ഞെങ്കിലും അതറിഞ്ഞതായി ഭാവിക്കാൻ മഹാദേവൻ അപ്പോൾ കൂട്ടാക്കിയില്ല. വൈശാഖി. അവളുടെ കൈത്തൊടയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് പതിവ് ഗൗരവം അവൻ വീണ്ടും എടുത്തണിഞ്ഞു. പെട്ടെന്നുള്ള അവൻ്റെ ശബ്ദത്തിലെ മാറ്റം അറിഞ്ഞെന്ന വണ്ണം വൈശാഖി അവൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കി. ബുക്സ് എടുത്തോണ്ട് വാ, പഠിക്കാം. കോളയില്ലെന്നും പറഞ്ഞ് കുഞ്ഞു കളിച്ച് നടക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. പിശുക്കനായ മഹാദേവനിലേക്കുള്ള അവൻ്റെ ആ മാറ്റം പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു. വൈശാഖി പോലും ഞെട്ടിപ്പോയി. ഇപ്പോഴോ? ഓന്തിനെ വെല്ലുന്ന അഭിനയം കാഴ്ചവെക്കുന്നവന്
ഓസ്കാർ അവാർഡ് പോലും വളരെ ചെറുതായിരിക്കുമെന്ന് അവളുടെ ഉള്ളം പറഞ്ഞു. എന്തേ, ഇപ്പോൾ പഠിച്ച ആകാശം വല്ല ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുവോ? ചെക്കൻ കണ്ണുരുട്ടി. ആ വീഴും. അവൾ അവൻ്റെ മടിയിൽ നിന്നും അപ്പോൾ തന്നെ ചാടിയിറങ്ങി. എന്നിട്ട് കട്ടിലിൻ്റെ ഒരറ്റത്തേക്ക് നിരങ്ങി നീങ്ങി. ഇങ്ങേരൊരിക്കലും നന്നാവില്ല. അവനോടുള്ള ദേഷ്യത്തിൽ അതിനിടയിൽ പിറുപിറുക്കാനും വൈശു മറന്നില്ല. ആരാടി നന്നാവാത്തെ? വൈശാഖിയുടെ പിറുപിറുക്കലുകൾ വ്യക്തമായി കേട്ടവൻ അപ്പോൾ തന്നെ കയ്യെത്തിച്ച് അവളെ കടന്നു പിടിക്കാൻ നോക്കി. മഹാദേവന്റെ പിടുത്തത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാനായി ധൃതിയിൽ വൈശു ബെഡിൽ നിന്നും ചാടിയിറങ്ങാൻ നോക്കി. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, വൈശാഖിയുടെ ഇടത്തെ കാൽപാദം ബെഡിന് മുകളിൽ കിടന്നിരുന്ന ബ്ലാങ്കറ്റിൽ കുരുങ്ങി വൈശുവിൻ്റെ നില തെറ്റി. തറയിൽ വലങ്കാല് ചവിട്ടി മുന്നോട്ടേക്ക് ആഞ്ഞുപോയവള് ബാലൻസ് കിട്ടാതെ താഴെ തറയിലേക്ക് വലത്തെ മുട്ടുകാല് കുത്തി എങ്ങനെയോ വീണുപോയി. ആഹ്! വീണതിൻ്റെ വേദനയിൽ അവൾ അലറി വിളിച്ചു. അവളുടെ മുട്ടിലെ തൊലി ഇത്തിരി അടർന്നു പോയിരുന്നു. വൈശാഖി! കളി കാര്യമായെന്ന് കണ്ടതും മഹാദേവൻ ആദിയോടെ അവളുടെ അരികിലേക്ക് കുതിച്ചു. തറയിൽ വീണ് കിടന്ന് വിതുമ്പി കരയുന്നവളെ കണ്ടതും അവനൊരു നിമിഷത്തേക്ക് ശ്വാസം നിന്നു പോകുന്ന പോലെ തോന്നിയിരുന്നു. വൈശാഖി, എന്തേലും പറ്റിയോടി? ഓടിച്ചെന്ന് തറയിൽ കുത്തിയിരുന്നു കൊണ്ട് വീണ് കിടക്കുന്നവളെ കയ്യിലേക്ക് കോരിയെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ നെഞ്ചു പിടയ്ക്കുന്നുണ്ടായിരുന്നു. അവനറിയാതെ തന്നെ പ്രണയവും കരുതലും എല്ലാം ഒറ്റയടിക്ക് പുറത്തേക്ക് വന്നതുപോലെ. എവിടെയാ ഇടിച്ചേ? വല്ലയിടത്തും പൊട്ടിയോ? എവിടാ വേദനിക്കുന്നേ? അവളെ കോരിയെടുത്ത് അതേപോലെ ബെഡിലേക്ക് കിടത്തുന്നതിനിടയിൽ ആശങ്കയോടെ മഹാദേവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വൈശാഖി ചുണ്ടു കടിച്ചു പിടിച്ച് വേദന സഹിച്ചുകൊണ്ട് കിടന്നതല്ലാതെ അവനുള്ള മറുപടി കൊടുത്തില്ല. ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറയാത്തവൻ എന്നോടൊന്നും ചോദിക്കേണ്ട എന്നായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ. ആ നേരം വേദനയേക്കാൾ ഉപരി വാശിയായിരുന്നു അവളിലുണ്ടായിരുന്നത്. വൈശാഖി, എടി പറഞ്ഞേ, എവിടെയെങ്കിലും ഇടിച്ചോ? ഒരു ഊഹം വെച്ച് അവളുടെ കൈയും കാലും ഒക്കെ അവൻ പിടിച്ചു നോക്കി. പക്ഷേ വൈശാഖി അപ്പോഴും മിണ്ടിയില്ല. എടി, നീ ഒന്ന് പറയുന്നുണ്ടോ? പെണ്ണിൻ്റെ മൗനം ദേവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൾക്ക് വേദനിക്കുന്നു എന്ന ചിന്ത പോലും അവനെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. മഹാദേവന്റെ വാക്കുകളിലും പ്രവർത്തികളിലും പോലും അത് പ്രകടമായിരുന്നു. വൈശാഖി, ഒന്ന് പറഞ്ഞേ മോളെ. കിഞ്ചിക്കൊണ്ട് അവൾക്ക് മേലെ ചിരിഞ്ഞവൻ്റെ കൈ പെട്ടെന്നാണ് അവളുടെ മുട്ടിൽ തട്ടിയത്. തൊലി പോയിടത്ത് കൈ തട്ടിയതും അവൾക്ക് നീറി പുകഞ്ഞു. ആ! വൈശാഖി മുട്ടിന് മുകളിൽ കൈ വെച്ചുകൊണ്ട് പെട്ടെന്നൊന്ന് നീങ്ങിപ്പോയി. മുറിഞ്ഞോടി, നോക്കട്ടെ ഞാൻ. അവൾ ഇട്ടിരിക്കുന്ന ഇത്തിരി ഇറുകിയ നൈറ്റ് പാൻറ് എങ്ങനെ മുകളിലേക്ക് കയറ്റു എന്നൊരു ഊഹവും ഇല്ലായിരുന്നു ചെക്കന്. അതുകൊണ്ട് തന്നെ വെപ്രാളത്തിൽ അവൻ അവളുടെ പാൻറ്റിൻ്റെ മുകൾ വശം താഴേക്ക് പിടിച്ചു വലിച്ചു. മറ്റൊന്നും ചിന്തിക്കാതെ തൊലി പോയ വലതുകാലിൻ്റെ മുട്ടിൽ മാത്രം ആദിയോടെ കണ്ണുകൾ പായിച്ചവൻ അവളുടെ തുടകളും മറ്റും അനാവരണമായത് സത്യം പറഞ്ഞാൽ ഓർത്തിരുന്നില്ല. വൈശാഖിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു ആ നിമിഷം. അരയ്ക്ക് താഴെ മുട്ടുവരെ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ടാണ് താനിപ്പോൾ സാറിൻ്റെ മുമ്പിൽ കിടക്കുന്നു എന്ന ചിന്ത പോലും അവളെ വല്ലാതാക്കി. അവൾക്കവനെ തടയണമെന്നുണ്ടായിരുന്നു, അകത്തി മാറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ നേരം അവളെ കൊണ്ട് ഒന്നും കഴിഞ്ഞില്ല എന്നാണ് സാർ സത്യം. സർ, എന്നെ വിട്. മുകളിലുള്ള ടീഷർട്ടിൻ്റെ തുമ്പ് പിടിച്ച് താഴെയുള്ള പാൻറ്റിയുടെ മുകളിലേക്ക് വലിച്ചിടുന്നതിനിടയിൽ നാണക്കേടുകൊണ്ട് അവൾ പൊളിഞ്ഞു. കഴിഞ്ഞു വൈശാഖി, അടങ്ങിയിരി. അവളുടെ ആ നേരത്തെ അവസ്ഥ മഹാദേവൻ കണ്ടില്ല. കണ്ടെങ്കിൽ തന്നെ ഒന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന പോലെയായിരുന്നു അവൻ്റെ പ്രവർത്തികൾ. തൊലിപോയ മുട്ടിന് മുകളിൽ പനച്ചു നിൽക്കുന്ന 1-2 തുള്ളി രക്തം പഞ്ഞികൊണ്ട് ഒപ്പിയെടുത്തതിന് ശേഷം അവിടെ ബീറ്റാഡിൻ ഓയിൽമെൻറ്റ് തേച്ചു പിടിപ്പിക്കുന്നവൻ്റെ ചിന്തയിൽ അവളുടെ മുറിവും വേദനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാർ, വിടന്നെ. മെല്ലെ കൈമുട്ടിൽ കുത്തി നിന്ന് മുട്ടിന് താഴെ വരെ ഊരിക്കിടക്കുന്ന പാൻറ്റിൻ്റെ ഇലാസ്റ്റിക്കിൽ കൈയെത്തിപ്പിടിച്ച് മുകളിലേക്ക് വലിക്കുവാനൊരു ശ്രമം നടത്തിയെങ്കിലും തുടയുടെ മുകളിലിരിക്കുന്ന മഹാദേവൻ്റെ കൈപ്പത്തി അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. 1 മിനിറ്റ് വൈശാഖി, മരുന്ന് വെച്ചിട്ട് കെട്ടിയാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങിക്കോളും. മരുന്ന് പുരട്ടിയ മുറിവിന് മുകളിൽ അവൻ പൊടുന്നനെ ഊതിക്കൊടുക്കാൻ തുടങ്ങി. സർ, എന്നെ വിടാനാ പറഞ്ഞേ. തൻ്റെ തുടയുടെ മുകളിലായി 1 ഇഞ്ച് അകലത്തിൽ നിൽക്കുന്ന മഹാദേവൻ്റെ മുഖം അവൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നതായിരുന്നില്ല.
തുടയുടെ മുകളിലെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ ഒരവസ്ഥ പൊടുന്നതിനെ വൈശാഖിക്കുണ്ടായി. അവൾക്ക് വല്ലാതെ വന്നു. ഒരു മനുഷ്യന് മുൻപിൽ, അത് ഭർത്താവാണെങ്കിൽ കൂടി, അങ്ങനെ കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് വൈശാഖി എന്ന കൗമാരക്കാരത്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലായിരുന്നു. അതിൻ്റെ കൂടെ സാറ് തന്നെ ഇങ്ങനെ കാണുന്നു എന്നുള്ള അപകർഷ ബോധവും. നാണക്കേട് കൊണ്ടും ചമ്മലുകൊണ്ടും അവൾ ചൂളിപ്പോയി. സാറേ, ഒന്ന് മാറാവോ? വൈശു പൊടുന്നനെ കായകുത്തി ബെഡിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് മഹാദേവനെ തട്ടി മാറ്റിയിട്ട് മുട്ടിന് കീഴിലുള്ള പാൻ്റ് ധൃതിയിൽ മുകളിലേക്ക് വലിച്ചു കയറ്റിയിട്ടു. ശേഷം അവനു മുൻപിൽ മുഖം കുനിച്ചിരുന്ന് കളഞ്ഞു. ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീടാണ് വൈശാഖി തന്നോട് അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ പിന്നിലുള്ള കാരണം മഹാദേവൻ മനസ്സിലാക്കിയത്. അവൻ പെട്ടെന്ന് വല്ലാതായി. മനഃപൂർവ്വം ചെയ്തതല്ല. അവൾക്ക് വല്ലതും പറ്റിയോ എന്ന ആദ്യം കൊണ്ട് ചെയ്തു പോയതാണ്. അവക്കത് സങ്കടമായി കാണും. മഹാദേവൻ താൻ ചെയ്ത പ്രവൃത്തിയോർത്ത് കുറ്റബോധം കൊണ്ട് നീറാൻ തുടങ്ങി. വൈശാഖി, മുഖം കുനിച്ച് തനിക്ക് മുമ്പിൽ ഇരിക്കുന്നവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുകളിലേക്ക് അവൻ ഉയർത്തി. വൈശാഖി മുഖം മുകളിലേക്ക് ഉയർത്തിയെങ്കിലും അവനെ നോക്കാൻ കൂട്ടാക്കിയില്ല. പകരം കണ്ണുകൾ അടച്ചു പിടിക്കുകയാണ് ചെയ്തത്. അവൾക്ക് നാണക്കേട് കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. വൈശാഖി, ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല. നിന്റെ കാല് മുറിഞ്ഞതുകൊണ്ട് ചെയ്തു പോയതാണ്, അവൻ കുറ്റബോധത്തോടെ പറഞ്ഞു. എന്നിട്ടും തന്നെ ഒന്ന് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതിരുന്ന വൈശാഖി ദേവനെ വേദനിപ്പിച്ചു. വൈശാഖി, എന്നെ ഒന്ന് കേക്ക്. ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നറിയാതെ ചെക്കൻ ഉഴറി. അവളുടെ മൗനം മഹാദേവനെ അത്രത്തോളം വേദനിപ്പിക്കാൻ പോന്നതായിരുന്നു. നിനക്കെന്നെ വിശ്വാസമില്ലേ വൈശാഖി? കുറച്ചു നേരം കഴിഞ്ഞതും അവനിലെ സങ്കടം ദേഷ്യത്തിലേക്ക് മാറുവാൻ തുടങ്ങിയിരുന്നു. അവക്കിത്തിരി പോലും തന്നെ വിശ്വാസമില്ലേ എന്ന ചിന്ത ദേവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അനങ്ങാതെ തനിക്ക് മുമ്പിൽ പാറ പോലെ ഇരുന്നവൾ അവൻ്റെ നിയന്ത്രണം തെറ്റിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. താനൊരു വൃത്തികെട്ടവനാണെന്ന് അവൾ ചിന്തിക്കുന്നുണ്ടാവുമോ എന്ന് പോലും മഹാദേവൻ ആ കുറഞ്ഞ സമയം കൊണ്ട് ചിന്തിച്ചു കൂട്ടി. വൈശാഖി, ഇത്തവണ അവൻ ഇത്തിരി ഒച്ച ഉയർത്തിയാണ് അവളെ നോക്കിയത്. എന്തുകൊണ്ടോ ആ പെണ്ണ് അവൻ്റെ മുഖത്തേക്ക് പൊടുന്നനെ കണ്ണുകൾ പായിച്ചു. നീ ഇപ്പോൾ എന്നെപ്പറ്റി എന്തൊക്കെ ചിന്തിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ ഒന്ന് ഞാൻ പറയാം. മംഗലത്ത് മഹാദേവൻ ഒരു പെണ്ണിനെ ഇതുവരെ തെറ്റായ രീതിയിൽ തൊട്ടിട്ടുമില്ല, നോക്കിയിട്ടുമില്ല. പിന്നെ ഇപ്പോൾ നിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ അത് നീ എൻ്റെ ഭാര്യയാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. കണ്ണ പെണ്ണുങ്ങളുടെയൊക്കെ പാൻഡൂരലല്ല എൻ്റെ പണി. അവൾ തന്നെ തെറ്റിച്ചിരിക്കുമോ എന്ന ചിന്ത ഒരിടത്ത്. ഇത്രയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ടും അവൾ മിണ്ടാതിരിക്കുന്നതിൻ്റെ ദേഷ്യം മറ്റൊരിടത്ത്. എന്തൊക്കെയാണെങ്കിലും ഒരു പെങ്കൊച്ചിൻ്റെ തുണി അങ്ങനെ അഴിക്കാൻ പാടില്ലായിരുന്നു എന്ന മനസ്സിൻ്റെ കുറ്റബോധം വേറെ. എല്ലാം കൂടെ ആയപ്പോഴേക്കും മഹാദേവൻ്റെ കൈ വിട്ടുപോയിരുന്നു. ദേഷ്യത്തോടെ അവളുടെ മുമ്പിൽ എല്ലാം കുടഞ്ഞിടുമ്പോൾ ആ പാവത്തിൻ്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നുവെന്ന് അവൻ അറിയാനും ശ്രമിച്ചില്ല. പക്ഷെ എല്ലാം കൂടി കേട്ടതും വൈശു അന്തം വിട്ട് അവനെ നോക്കിയിരുന്നു പോയി. സാർ എന്താ ഈ പറയണേ? അവക്കപ്പോൾ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം പകുതി വിവസ്ത്രയായ അവൻ്റെ മുൻപിൽ അങ്ങനെ കിടക്കേണ്ടി വന്നതിൻ്റെ ചടപ്പിലും നാണക്കേടിലുമാണ് സാറിനെ തട്ടിമാറ്റിച്ച താൻ പാൻറ് വലിച്ച് മുകളിലേക്ക് കയറ്റിയിട്ടത്. അല്ലാതെ തനിക്ക് സാറിനെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലായിരുന്നു. ഇത്രയും നേരം കൊണ്ട് സാർ എങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടി എന്നൊരു അമ്പരപ്പായിരുന്നു അവളിൽ അപ്പോൾ. ഞാൻ സത്യം തന്നെയാടി പറയുന്നേ. നീ ഇങ്ങനെ കിടന്നിട്ട് നിന്നെ ഞാൻ തെറ്റായ രീതിയിൽ നോക്കിയിട്ടില്ല. വിശ്വസിക്കുന്നെങ്കിൽ നീ വിശ്വസിക്ക്. നിന്റെ വേദനയെക്കുറിച്ച് മാത്രമേ ഞാനപ്പോൾ ഓർത്തുള്ളൂ. നീ കരയുന്നത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അത് നീ എൻ്റെ ഭാര്യ ആയതുകൊണ്ടാടി. നീ എൻ്റെ സ്വന്തമാണെന്നുള്ള വിചാരം കൊണ്ടാടി പുല്ലേ. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നത് കൊണ്ടാടി. ഇനി ഇതൊന്നും നിൻ്റെ തലയിൽ കയറിയില്ലെങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്കടി ഡാഷ് മോളെ. അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കാട്ടി ദേഷ്യത്തോടെ ആക്രോശിച്ചിട്ട് കാറ്റിൻ്റെ വേഗത്തിൽ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിപ്പോകുന്ന മഹാദേവനെ കാണെ കരയണോ അതോ ചിരിക്കണോ എന്ന അവസ്ഥയിലായിരുന്നു വൈശാഖി. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അതെ, മഹാദേവൻ കൺഫസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പാട്ടിൽ വന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ പറയാവേ.